ശ്രീലങ്കൻ സമുദ്രാതിർത്തിയിൽ വെച്ച് ഇറാൻ യുദ്ധക്കപ്പൽ അമേരിക്ക മുക്കിയെന്ന് റിപ്പോർട്ട്. 180ഓളം ജീവനക്കാരുമായി പോയ IRIS ദേന കപ്പലിന് നേരെയാണ് ആക്രമണമുണ്ടായത്. 101 ഇറാൻ നാവികസേന അംഗങ്ങളെ കാണാതായിരിക്കുന്നു. 78 പേരെ കാണാതായിട്ടുണ്ട്. വിവരങ്ങളുമായി വിഷ്ണു പ്രസാദ് ചേരുകയാണ്. വിഷ്ണു, അതായത് ആകെ 101 പേരെയാണോ കാണാതായിരിക്കുന്നത്? ഈ കപ്പൽ കപ്പൽ മുക്കിയതായിട്ടുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് പുറത്തുവരുന്ന വിവരങ്ങൾ? അക്ഷയ, ഇറാന്റെ ഉടമസ്ഥയിലുള്ള അല്ലെങ്കിൽ ഇറാൻ നാവികസേനയുടെ ഉടമസ്ഥയിലുള്ള IRIS ദേന എന്ന കപ്പലാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടതായുള്ള വിവരങ്ങൾ വരുന്നത്. ഈ കപ്പൽ അമേരിക്ക മുക്കിയതാണ് എന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് അമേരിക്കൻ പടക്കപ്പലായിട്ടുള്ള USS പിൻകിനി എന്ന് പറയുന്ന ഒരു കപ്പൽ. ഇത് ഇന്ത്യയിൽ വെച്ച് നടന്ന വിശാഖപട്ടണത്ത് വെച്ച് നടന്ന മിലൻ 2026 എന്ന ഫ്ലീറ്റ് റിവ്യൂ പരിപാടിയിൽ പങ്കെടുക്കേണ്ടിയിരുന്ന കപ്പലാണ്. എന്നാൽ അറ്റകുറ്റപ്പണിക്കായി ഇത് സിംഗപ്പൂരിലാണ് ഉണ്ടായിരുന്നത്. ഈ മാസം 11-ന് സിംഗപ്പൂരിൽ നിന്ന് യാത്ര ആരംഭിച്ച പിൻകിനിയാണ് ഈ കപ്പൽ മുക്കിയത് എന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീലങ്കയിലെ ഗലയിൽ നിന്ന് 40 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് അപായ സന്ദേശം ലഭിച്ചത് എന്ന് വിജിത ഹെറാത്ത്, ശ്രീലങ്കൻ വിദേശകാര്യമന്ത്രി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. തുടർന്ന് ശ്രീലങ്കൻ നാവികസേനയും വ്യോമസേനയും സംയുക്തമായി റെസ്ക്യൂ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ശ്രീലങ്ക പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം 30 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ ഇറാന്റെ ഒരു ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ ഇത് വ്യക്തമാക്കുന്നത് കപ്പലിൽ 180ഓളം പേരുണ്ടായിരുന്നു. ഇതിൽ 78 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. 101 പേരെ കാണാനില്ല എന്ന തരത്തിലാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ തീവ്രത ഇപ്പോൾ ദക്ഷിണേന്ത്യൻ തീരത്തേക്കും എത്തുന്നു എന്നത് തന്നെയാണ് വലിയ ആശങ്കയുണ്ടാക്കുന്നത്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ ആകെ ഇത്തരത്തിൽ ആശങ്കയിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്ത്യയിലെ വിശാഖപട്ടണത്ത് വിവിധ രാജ്യങ്ങളുടെ നാവികസേനകൾ പങ്കെടുത്തുകൊണ്ടിരുന്ന മിലൻ 2026 എന്ന ഫ്ലീറ്റ് റിവ്യൂ പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങവെയാണ് IRIS ദേനയ്ക്ക് നേരെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. അക്ഷയ, അതായത് കാണാതായിട്ടുള്ള ആളുകൾക്കായുള്ള തെരച്ചിൽ ഉൾപ്പെടെ ഇനി എങ്ങനെയായിരിക്കും നടക്കുക? 78 പേരെ പരിക്കേറ്റ് പറയുമ്പോൾ അവരെ സ്വാഭാവികമായിട്ടും രക്ഷപ്പെടുത്തിയിട്ടുണ്ടാകുമല്ലോ. മറ്റു തെരച്ചിൽ ഉൾപ്പെടെ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? എന്താണ് അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ? അക്ഷയ, നിലവിലെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് തെക്കൻ ശ്രീലങ്കയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഈ പരിക്കേറ്റ് രക്ഷപ്പെടുത്താൻ സാധിച്ച നാവികരെ എല്ലാം മാറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ശ്രീലങ്ക അറിയിക്കുന്നത്. ഒരു വാർത്താ ഏജൻസി, അന്താരാഷ്ട്ര വാർത്താ ഏജൻസി ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ഇത്തരം റിപ്പോർട്ടുകളെല്ലാം പുറത്തു വന്നിട്ടുള്ളത്. അതേസമയം ഇറാന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ കപ്പൽ അപകടത്തിൽപ്പെട്ട് തുടർ നടപടികൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക എന്ന് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അതേസമയം ശ്രീലങ്ക ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന രക്ഷാപ്രവർത്തനങ്ങൾ കപ്പലിലെ മുഴുവൻ നാവികരെയും കണ്ടെത്തുന്നതുവരെ തുടരുമെന്ന് തന്നെയാണ് ശ്രീലങ്കൻ വക്താക്കൾ അറിയിച്ചിട്ടുള്ളത്. നിലവിലെ കണക്കുകൾ അനുസരിച്ചാണെങ്കിൽ 180 പേരിൽ 78 പേരെയാണ് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ 102ഓളം പേർ ഇനിയും കണ്ടെത്താനുണ്ട് എന്ന് തന്നെ വേണം നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ. ആദ്യമായാണ് ഇത്തരത്തിൽ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം യുദ്ധക്കപ്പലുകൾക്ക് നേരെയുള്ള ഇത്തരമൊരു തീവ്രമായ ആക്രമണം ദക്ഷിണേന്ത്യൻ തീരത്ത് നടക്കുന്നത്. അതിൽ തന്നെ ഇപ്പോഴും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് USS പിൻകിനിയാണ് ഈ ആക്രമണം നടത്തിയത് എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ അത്തരം ഒരു പ്രസ്താവനയോ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ വിഷ്ണു പ്രസാദാണ് വിവരങ്ങൾ നൽകുന്നത്. ഇറാന്റെ യുദ്ധക്കപ്പൽ മുങ്ങിയിരിക്കുന്നു. അമേരിക്കയാണ് കപ്പൽ മുക്കിയതെന്നുള്ളതാണ് ഇറാൻ പറയുന്നത്. 180 പേരായിരുന്നു ഈ കപ്പലിൽ ഉണ്ടായിരുന്നത്. ഇതിൽ ഇപ്പോൾ 78 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. ഒപ്പം തന്നെ 101 ഇറാൻ നാവികസേന അംഗങ്ങളെ കാണാതായിരിക്കുന്നു എന്നുള്ളതാണ് ഇറാൻ പറയുന്നത്.